ഓരോ പള്ളിയിലും ആര് മരണപ്പെട്ടാലും മയ്യത്ത് മുമ്പിൽ വെച്ചിട്ട് പള്ളിയിലെ ഉസ്താദിനൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ മയ്യത്തിന്റെ മേലിൽ കടമുണ്ട്, അത് മക്കൾ ഏറ്റെടുത്തിരിക്കുന്നു, കുടുംബങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. അത് വല്ലാത്ത പ്രയാസപ്പെടുത്തുന്ന ഒരു അനൗൺസ്മെന്റാണ്. സത്യത്തിൽ ശരീരത്തിൽ നിന്ന് റൂഹ് അറ്റേതേ ഉള്ളൂ. റൂഹ് എല്ലാം അനുഭവിക്കുന്നുണ്ട്. സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ റൂഹ് അനുവദിക്കുന്നുണ്ട്, എല്ലാം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രതിധ്വനിയായി ശരീരത്തിൽ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലേ നമ്മള് ഇപ്പോ മഹാനവരുടെ മേൽ നമ്മൾ യാസീനോദി ഫാത്തിയോദി ഒക്കെ അവരുടെ റൂഹ ഇവിടെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ആ ഒരു സദസ്സിലായതുകൊണ്ട് ഇത്രയും നേരം നമ്മളെല്ലാവരും ഇരുന്ന്, നമ്മളും അങ്ങനെ തന്നെയാണ്. എത്ര നേരം ഇരുന്നാലും ഇന്നൊരു വിഷമവും ഇല്ലാതെ അൽഹംദുലില്ലാ ഈ സദസ്സിലിരിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തുപോവുകയാണ്. ഞാൻ ഇവിടെ വന്നു, സിയാറത്ത് ചെയ്ത ഉടനെ തന്നെ കരുതിയത് അതാണ്. കാരണം ചെറിയ മുതഅല്ലിമായി പഠിച്ച കാലത്ത് ഒരുപാട് തവണ സിയാറത്തിന് വന്നിട്ടുണ്ട്. ആ സിയാറത്തിന് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ഇവിടെയൊക്കെ സിയാറത്തിന് വരുമ്പോ നമുക്ക് ഇവിടുത്തെ ഒരു ഉറൂസിൽ സ്റ്റേജ്മ കയറാൻ കഴിയുമെന്ന് നമ്മൾ കരുതിയിട്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി മഹാനവറുകളുടെ ഒരു അംഗീകാരം നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഇന്ന് എത്തിപ്പെട്ടത് എന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി. അള്ളാഹു അവിടുത്തെ അംഗീകാരം എനിക്കും നിങ്ങൾക്കും അള്ളാഹു തരട്ടെ. അതുകൊണ്ടാണ് ഇത്രയും സമയം നിങ്ങൾ ഇരുന്നത്. കുറെ ആളുകൾ ലൈറ്റ് കണ്ടുപോയിട്ടുണ്ട്, ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. ലൈറ്റ് കത്തുന്നത് ഫോട്ടോ എടുത്ത് കുറെ ആളുകൾ പോയിട്ടുണ്ട്. ഞാനൊരു ഫോട്ടോ എടുക്കണമെന്ന് കരുതി, പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളൊക്കെ കാണുമല്ലോ എന്ന് എഴുതിയിട്ട് ഫോട്ടോ എടുക്കാതെ ഇങ്ങനെ പോകണം. ഭാര്യക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ എഴുതി ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാൻ. അപ്പൊ എത്രയോ കിലോമീറ്ററുകൾ അപ്പുറം ലൈറ്റുകൾ കത്തുന്നത് ഫോട്ടോ എടുത്ത് പോയ ആളുകളുണ്ട്. ഇങ്ങോട്ട് കേറാത്ത ആളുകളുണ്ട്. കേറൂലെന്ന് വാശിണ്ടായിട്ടൊന്നുമല്ല, തൗഫീഖ് ഉണ്ടായില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ വാശിയുള്ള ആളുകളൊന്നും ഇങ്ങോട്ട് എത്തൂല. പക്ഷേ അള്ളാഹുവിന്റെ വലിയൊരു തൗഫീഖുള്ള ആളുകളാണ് അവസാനം വരെ ഇരുന്ന് 3 സ്വലാത്ത് ചൊല്ലി പോവുക. അങ്ങനെയാണ് അള്ളാഹു തആല അത്തരക്കാരെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി ഇവിടുത്തെ പൂർണ്ണമായ അംഗീകാരം വാങ്ങി പോകുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഭാഗ്യവാന്മാരാണ്. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമു പറയുന്ന മജ്ലിസ് റൗളയാണ്. മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെയും അവിടുത്തെ മിംബറയുടെയും ഇടയിലുള്ള സ്ഥലവും റൗളയാണ്. ആ റൗളിക്ക് എത്തണമെങ്കിൽ 80,000 രൂപ ചെലവാപ്പോ. ഇവിടെ ഇപ്പം അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഒരു 10 രൂപയൊക്കെ കടലിൽ വാങ്ങി കുത്തിറന്ന് ഇങ്ങനെ പോന്നാൽ അങ്ങനെ നമുക്ക് കുറച്ചിരുന്ന് നല്ല റാഹത്തിൽ പോവാം. അതുകൊണ്ട് എല്ലാവരും ആ വിദൂരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഈ സദസ്സിലേക്ക് കടന്നിരുന്ന് നമുക്ക് കുറച്ച് ദിക്ർ ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാഹ് അതാണ് നല്ല സന്തോഷം. അതുകൊണ്ട് കുറെ ആളുകൾ അവിടെയൊക്കെ ഉണ്ട്. എല്ലാവരും ഈ സദസ്സ് കണ്ട് ഈ നമ്മളെ ഈ കസാലിട്ട സ്ഥലത്തേക്ക് എല്ലാവരും കൂടെ ഇറങ്ങിക്കോ. അൽഹംദുലില്ലാ. എന്നിട്ട് ഞമ്മക്ക് കുറച്ച് ദിക്ർ ചൊല്ലിയിട്ട് ഞമ്മക്ക് ദ്വാരന്ന് പിരിയാം. ഞാൻ ഇഞ്ഞു വയലൊന്നും പറയുന്നില്ല, കാരണം ഇവിടെ വയല് പറയാൻ ഇനി നിങ്ങൾക്ക് ഇഞ്ഞു ഞാൻ വയല് പറഞ്ഞാൽ നിങ്ങളുള്ള ഖിലാസൊക്കെ ചോർന്നു പോകും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അപ്പം ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് പറഞ്ഞ വേദമങ്ങൾ ഇങ്ങനെ നിൽക്കുക, തഖ്വ ഉണ്ടാവുക, നല്ലവരായി ജീവിക്കുക, ഗീബത്തും നമീമത്തും പറയാതിരിക്കുക, വാപ്പനെ ചീത്ത പറയാതിരിക്കുക, ഉമ്മനെ ചീത്ത പറയാതിരിക്കുക. ഇതൊക്കെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം. ആകെ തുക ഒരു മനുഷ്യൻ നന്നാവേണ്ട കാര്യം അത്ര തന്നെയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കണം, ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാരക്കണം. ആദരവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ബഹുമാനപ്പെട്ടവരോടുള്ള ആദരവിന്റെ പേരിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് മുഴുവനും. ഇത് നാളെ നിങ്ങൾ വേദന ഒരാളുള്ളവരാണല്ലോ. ഇവിടെ മാത്രമേ ഇങ്ങക്ക് കുറെ ദിവസം വേദന വരാനും സമാപനത്തിനും പങ്കെടുക്കാനുള്ള ആളുകൾ. ഞങ്ങൾ പിന്നെ എന്നും സമാപനത്തിന്റെ ആളുകളാണ്. ഞാൻ പിന്നെ ഇന്ന് തുടക്കമാകുമെന്നുള്ളൊരു പേടിൻ്റെ ഇനി എല്ലാവരും ബ്ലോക്ക് കുടുങ്ങി. അതുകൊണ്ട് സമാപനം ഞാനാവുമെന്ന്. ഞാൻ ഇന്നും സമാപനമായി. അപ്പൊ അള്ളാഹു നമ്മളെ
സമാപനത്തിനായി നിശ്ചയിക്കപ്പെട്ടാണ് ഇതുവരെ. അതുപോലെ ഇന്നത്തെ സദസ്സിൽ മാത്രം പൈസ വാങ്ങണ്ട. അതുകൊണ്ട് അതിലൊരു മറ്റേതെല്ലായിടത്തും ചെന്നാൽ അങ്ങനെയാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെയാണ്. ഓരോ കറയിലൂടെ മുത്തുനബി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയും, മുത്തുനബിയെ പോരല്ല, കഴിക്കാൻ ഭക്ഷണമില്ല, പ്രയാസമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആ പ്രയാസമൊക്കെ മുത്തുനബിക്ക് തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ എവിടെ ചെന്നാലും. ചിലപ്പോൾ സ്വന്തമായി കഴിക്കാൻ വെച്ച ഭക്ഷണം വരെ ആളുകൾക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങളിങ്ങനെ വരുമ്പോൾ പള്ളിയില്ല, മദ്രസയില്ല, പ്രയാസമാണ്. മദ്രസയിൽ ശമ്പളം കൊടുക്കാനില്ല, പള്ളി ശമ്പളം കൊടുക്കാനില്ല, സ്വലാത്ത് മജ്ലിസിൽ ഭക്ഷണം കൊടുക്കണം, അതിന് പൈസ വേണം, പാവങ്ങൾക്ക് വീടുണ്ടാക്കണം, ഇങ്ങനെ പല വിഷയങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നിറവേറ്റിയാണ് പോവാറുള്ളത്. 313 മദ്രസ പദ്ധതികളുണ്ട്. ആ മദ്രസകളിൽ 199 മദ്രസകൾ ഇൻഷാ അല്ലാഹ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ആ മദ്രസകളിൽ 104 മദ്രസകൾ AC സംവിധാനത്തോടെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിലവിൽ വന്നിട്ടുണ്ട്. അല്ലാഹു തആല അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ പിന്നെ മദ്രസ ഉണ്ടാക്കണ്ട, ഒന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ ആമീൻ പറയാ, ഞാൻ ദ്വാരക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അൽഹംദുലില്ലാഹ് ഇവിടെയുള്ള സ്ഥാപനത്തിനൊക്കെ സഹായിക്കണം. ഇതിനു വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മരിക്കുക. എപ്പോഴാണ് മരണം എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും മരണമുണ്ട്. അതുകൊണ്ട് ആദരവ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുത്. മഹാനവറുടെ പൊരുത്തം കിട്ടണമെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ ദ്വാരക്കേണ്ട ഒരു ടീം നേരത്തെ നൗഫൽ സഖാഫി ഉസ്താദ് പറഞ്ഞതുപോലെ ഈ വളണ്ടിയേഴ്സിനാണ്. അവർ ഈ സദസ്സ് കാണുന്നില്ല. ബ്ലോക്കിൽ നിന്ന് എത്ര പാടുപെട്ടാണ് ചെറുപ്പക്കാരാകുന്ന ആളുകൾ ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അവർക്ക് വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. സ്വീകരണ കമ്മിറ്റിക്കാര് വേറെ, ഇവിടെ വരെ എത്തിച്ചു തരുന്ന ചെറുപ്പക്കാർ ഓല് ഇങ്ങോട്ട് കടക്കുന്നില്ല. നമ്മളെത്തിയ പിന്നെ ഓല് വേക്കോട്ട് പോവാണ്. അപ്പൊ അവർക്ക് ഇതൊന്നും കാണാൻ കഴിയാത്ത ആളുകളാണ്. അല്ലാഹു അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകി ആക്കിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദിനും അതുപോലെ ഇവിടുത്തെ മുദരിസുമാർക്കും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾക്കും ഒക്കെ അല്ലാഹു വലിയ സന്തോഷം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മളെപ്പോഴും മാക്സിമം നല്ല കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്യുക. സ്വലാത്തുകൾ ധാരാളം ചൊല്ലുക. ഞാൻ ഇന്ന് ഈ സദസ്സിലിരുന്ന് ഈ ഉസ്താദിന്റെ പ്രസംഗം കേട്ടപ്പോൾ 1300 സ്വലാത്തെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇപ്പം അടുത്ത കാലത്തൊന്നും അങ്ങനെ സ്റ്റേജിന്മേൽ ഇരുന്ന് അങ്ങനെ സ്വലാത്ത് എല്ലാം കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ് 1300 സ്വലാത്ത് അൽഹംദുലില്ലാഹ് ചൊല്ലിയ ഞങ്ങളോട് പറയാണ് സന്തോഷം കൊണ്ട്. അപ്പൊ 1300 സ്വലാത്ത് അൽഹംദുലില്ലാഹ് ഞാൻ ചൊല്ലി. ആ സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. അതിന്റെ ബറക്കത്ത് നിങ്ങളൊക്കെ ചൊല്ലിയ സ്വലാത്തുകൾ ധാരാളം ആളുകൾ എല്ലാവരുടെ കയ്യിലും സ്വലാത്തില്ലാനുള്ള മാലയുണ്ട്, മോതിരമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സ്വലാത്തുമല്ല. സ്വലാത്ത് ചൊല്ലാന് ഒരു നിയ്യത്തും വെക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയും ചൊല്ല, എപ്പോഴും ചൊല്ലാം. സ്വലാത്ത് എപ്പോഴും ഇങ്ങനെ ചൊല്ലുന്ന ആളുകൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഉണ്ടാവും. അള്ളാഹു അവിടുത്തെ ശഫാഅത്ത് നമുക്ക് അള്ളാഹു തരട്ടെ, നമ്മളെ വാപ്പാർക്ക് തരട്ടെ, നമ്മളെ ഉമ്മാർക്ക് തരട്ടെ. നമ്മളെ ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന കുറെ ആളുകളുണ്ട്, അവർക്ക് എല്ലാവർക്കും അള്ളാഹു കൊടുക്കട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് ദഹരിയിൽ ചൊല്ലി നമുക്ക് ദ്വാരന്ന് പിരിയാം. ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിഷമില്ലാത്തവരൊക്കെ എണീറ്റ് നിന്ന് നടത്തുന്നു ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം 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 യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം. ജലാലത്തിന്റെ ഇസ്മ ഓരോരുത്തരും വലത്തെ കൈ ഇടത്തെ നെഞ്ചിൽ വെച്ചിട്ട് അല്ലാഹ് എന്ന ദിക്ർ എല്ലാവരും ചൊല്ലുക. അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുമ്പോൾ അല്ലാഹ് എന്നല്ലാതെ നമ്മളെ മനസ്സിലൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ ചൊല്ലണം. അപ്പൊ അള്ളാഹു ഖൈർ നൽകും. നമ്മളെ ഈ സദസ്സ് ഇങ്ങനെ അള്ളാഹു കാണുന്നുണ്ട്. ഓരോ മുഅ്മിനിന്റെ ഖൽബ് അള്ളാഹു കാണുന്നുണ്ട്. കുറേ പ്രയാസമുള്ള ആളുകൾ ഇരിക്കുന്നവരുണ്ട്. നിൽക്കുമ്പോൾ നല്ല ചൊറുക്കാണ് ഞാനുങ്ങളും. പക്ഷേ മനസ്സിൽ പല പ്രയാസമുള്ളവരുണ്ട്. കടം ഉള്ളവരുണ്ട്, പൊരല്ലാത്തവരുണ്ട്. അങ്ങനെ തുടങ്ങി മക്കളെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവർ, ഭാര്യന്റെ കാര്യത്തിൽ പ്രയാസപ്പെടുന്നവർ, ഭർത്താവിന്റെ കാര്യത്തിൽ വിഷമിക്കുന്ന ആളുകൾ, ഇങ്ങനെ തുടങ്ങി കുറേ ആളുകളുണ്ട്.
അതൊക്കെ നമ്മൾ മഹാനവറുകളുടെ ചാരത്ത് നമ്മൾ വന്ന് പറഞ്ഞ് അള്ളാഹുവിനെ നമ്മൾ കയ്യിരുത്തി ഇത്രയും സമയം നമ്മൾ ഇവിടെ ചെലവഴിച്ചത് അള്ളാഹു നമ്മുടെ ഹസനാത്തിന്റെ തുലാസിൽ അള്ളാഹു എഴുതപ്പെടട്ടെ. ഹസനാത്തിന്റെ തുലാസിൽ അള്ളാഹു എഴുതപ്പെടട്ടെ. സ്വലാത്ത് എല്ലാവരും 300 പ്രാവശ്യം എല്ലാവരും എന്നും ചൊല്ലണം. മഹാന്മാരാകുന്ന ആളുകൾ പഠിപ്പിക്കുന്നു, മുത്തുനബിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലി എന്ന് പറയുകയാണെങ്കിൽ 300 സ്വലാത്ത് ചൊല്ലണം. ഒരു ദിവസം 300 സ്വലാത്ത് ചൊല്ലണം. ആ സ്വലാത്ത് നമ്മൾ 300 വട്ടം ചൊല്ലിയാലേ മഹാന്മാര് പറയുന്നത് ഒന്ന് സ്വലാത്ത് ചൊല്ലി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ സ്വലാത്ത് ചൊല്ലണം. മഹാന്മാരാകുന്ന ആളുകളൊക്കെ വലിയ ദഅവത്ത് ചെയ്ത്, സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവര് വലിയ ദഅവത്ത് ചെയ്താണല്ലോ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ദഅവത്ത് അൽഹംദുലില്ലാഹ് അവര് ദുനിയാവ് ഉണ്ടാക്കാനല്ല അവർ നടന്നത്, അവർ ആഖിറ ആദ്യം ഉണ്ടാക്കി. അതിലൂടെയാണ് അവർക്ക് ദുനിയാവ് ഉണ്ടാക്കിയത്. ദുനിയാവ് നമ്മൾ പിന്നെ ഇൻഷാ അല്ലാഹ് അതങ്ങനെ പതിയെ നമ്മളെ കൂടെ വരും. അതിനു വേണ്ടി മാത്രം നമ്മൾ ഓടണ്ട. എന്നാൽ രണ്ടും നമുക്ക് വേണം. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും ഒരു 300 സ്വലാത്തിൽ ഒന്ന് ചൊല്ലണം. ചൊല്ലേണ്ട സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ചൊല്ലട്ടെ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഈ സ്വലാത്ത് ഒരു 300 തവണ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലുക. അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോഴോ ഉറങ്ങാൻ കിടക്കുമ്പോഴോ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ചൊല്ലാം. എപ്പോഴും ചൊല്ലാം. അതിനൊരു കണക്കൊന്നുമില്ല. ഒതുണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിനായിട്ട് കരുതിയിരിക്കേണ്ട ആവശ്യമില്ല. നിസ്കാരമാണെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ വുളുവോടുകൂടെ തുടങ്ങിയതാണെങ്കിലും 4ാമത്തെ റക്അത്താകുമ്പോൾ വുളു മുറിഞ്ഞാൽ എല്ലാം പോയി. എന്നാൽ സ്വലാത്തിൽ നിന്ന് ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ബാക്കി ഉറങ്ങിപ്പോയാൽ ഒരു പ്രയാസവും ഇല്ല, ചൊല്ലിയതിന് നമുക്ക് കൂലി കിട്ടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്തുകൾ ധാരാളം നിങ്ങൾ പതിവാക്കണം. അള്ളാഹു നല്ല ഇജാബത്തുള്ള മജ്ലിസാക്കി അള്ളാഹു നമ്മുടെ ഈ മജ്ലിസും മറ്റു എല്ലാ മജ്ലിസുകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ സാദാതീങ്ങൾ ആലിമീങ്ങൾ അള്ളാഹു അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് ജലാലത്തിന്റെ ഇസ്മ ചൊല്ലി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇലാഹി അൻത മഖ്സൂദി വറിളാക മത്ലൂബി. إلهي أنت مقصودي ورضاك مطلوبي. الله 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 الله
Allahu Allahu Allah 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 ilahi anta maqsudi wa ridaka matlubi. Allahumma hassil muradana ya muhassilal muradat. Allahumma hassil muradana ya muhassilal muradat. Allahumma shfi amradana ya shafiyal amrad. Allahumma shfi amradana ya shafiyal amrad. Allahu Allah Allah 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 Allahu Allahu Allah. Alhamdulillah 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 Alhamdulillahi Rabbil Alamin. Allahumma salli ala sayyidina Muhammadin wa ala ali sayyidina wa maulana Muhammad. Allahumma inna dhunubana qad 'azamat wa jallat wa anta a'zam wa ajal. Allahumma fa'al bina ma anta ahluhu wa la taf'al bina ma nahnu ahluhu ya dhal jalali wal ikram. Allahumma salli salatan kamila wa sallim salaman taman ala sayyidina Muhammadin alladhi tanhallu bihi al-luqad wa tanfariju bihi al-kurab wa tuqalla bihi al-hawaij wa tunali bihi al-raghaib wa husn al-khawatim wa yastasqa al-ghamam bi wajhihi al-karim wa ala alihi wa sahbihi fi kulli lamhatin wa nafasin bi adadi kulli ma'lumin lak. Allahumma awsil مثل ثواب ما قرأناه من القرآن العظيم. هذه هدية باصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا محمد مصطفى صلى الله عليه وسلم وإلى حضرة من حضرنا عندهم يا الله وإلى حضرة الأولياء من مشارق الأرض إلى مغاربها يا الله وبكراماتهم وبفضائلهم. اللهم حصل مرادنا واقض حوائجنا وبلغ آمالنا واشف أمراضنا واشف أمراضنا واشف أمراضنا وأمراض آبائنا وأمراض أمهاتنا وأمراض أزواجنا وأمراض إخواننا وأمراض أخواتنا وأمراض من حضروا في هذا المجلس العظيم
യാ ഷാഫിയൽ അംറാദ് ലാ ശിഫാഅ ലനാ വലാ ശിഫാഅ ലഹും ഇല്ലാ ശിഫാഉക ലാ യുഗാദിറു സഖമൻ ബലാ അൽമാ യാ അല്ലാഹു യാ അല്ലാഹ് യാ ലതീഫ് യാ അല്ലാഹ് യാ നൂർ യാ അല്ലാഹ് യാ ഖഹാർ യാ അല്ലാഹ് യാ ജബ്ബാർ യാ അല്ലാഹ്. സാധുക്കളാണ്, പാപികളാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം റഹ്മാനേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പൊറുത്തു തരണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മതിപോളം ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹ്റിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. സാഹിരീങ്ങളുടെ സിഹ്റിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ളാലിമീങ്ങളുടെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാഹ്. കള്ള പ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനേ. അല്ലാഹുവേ നിന്റെ നോട്ടമുള്ള മജ്ലിസാക്കി ഈ മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനേ. നീ കബൂലാക്കണം റഹ്മാനേ. സാധുക്കളാകുന്ന പാപികളാകുന്ന ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. മഹാനവറുകളുടെ ചാരത്ത് വെച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങൾ സമയം 1 മണിയോട് അടുത്തുപോയി. മുഅ്മിനീങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ നീ വെറും കൈയോടെ നീ തട്ടല്ല അല്ലാഹ്. നീ വെറും കൈയോടെ നീ തട്ടല്ല അല്ലാഹ്. നീ വെറും കൈയോടെ നീ തട്ടല്ല റഹ്മാനേ. നീ വെറും കൈയോടെ നീ തട്ടല്ല റബ്ബേ. വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം അല്ലാഹ്. വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം അല്ലാഹ്. വൃത്തിയുള്ള ഖൽബ് ഞങ്ങൾക്ക് തരണം റഹ്മാനേ. കിബർ ഞങ്ങൾക്ക് നൽകല്ലേ, റിയാ നൽകല്ലേ, ഉജ്ബ് നൽകല്ലേ, ഹസദ് നൽകല്ലേ. ഖൽബിയായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹ് ഞങ്ങൾക്ക് നീ വലിയ കാവൽ നൽകണം റഹ്മാനേ. നീ കാവൽ നൽകണം റഹ്മാനേ. അല്ലാഹ് ഞങ്ങൾ നിസ്കാരങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഖളാ ആയി പോയിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവായി പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി മുതൽ മഹാനവറുകളുടെ ചാരത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ തീരുമാനം എടുക്കുകയാണ്. ഇനി മുതൽ ഞങ്ങൾക്ക് നിസ്കാരം ഞങ്ങൾ ഒഴിവാക്കൂല. അല്ലാഹുവേ അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനേ. നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളെ കണ്ണുകൊണ്ട് ഞങ്ങൾ ഹറാം ഞങ്ങൾ കാണുകയില്ല. സുബ്ഹാനല്ലാഹ്. ഹറാമിലേക്ക് ഞങ്ങൾ ചലിക്കുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ കൂട്ടുകെട്ടിന് അടിമപ്പെട്ടും സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ടും അല്ലാഹ് ഹാൻസുകളും കള്ളുകളും ഒക്കെ ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹ് വൃത്തിയുള്ള ഖൽബിന്റെ ഉടമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം റഹ്മാനേ. അല്ലാഹുവേ ജീവിച്ച ഒരു ദിവസം മരണമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ജീവിച്ച ഒരു ദിവസം ഞങ്ങൾക്ക് മരണമുണ്ടെന്ന് ഉറപ്പാണ്. മരണത്തിൽ നിന്ന് ഒരാളും ഒഴിവല്ല. മരിക്കാതിരിക്കണമെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കാതിരിക്കാമായിരുന്നു. പക്ഷേ നടന്നില്ല. ഒരു ദിവസം മരണമുണ്ട്. ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്ന ഒരു രംഗമുണ്ട്. ജീവിതത്തിൽ ആഗ്രഹിക്കാത്ത ആളുകൾ നമ്മെ കുളിപ്പിക്കുന്ന രംഗമുണ്ട്. ജീവിതത്തിൽ ഹയാത്ത് കാലങ്ങളിൽ ധരിക്കാൻ ആഗ്രഹിക്കാത്ത വസ്ത്രങ്ങൾ നമ്മെ ധരിപ്പിക്കുന്ന രംഗമുണ്ട്. ജീവിതത്തിൽ കടക്കാൻ ആഗ്രഹിക്കാത്ത കട്ടിലിൽ നമ്മളെ കടത്തുന്ന ഒരു രംഗമുണ്ട്. കട്ടിലിൽ കടത്തുന്ന രംഗമുണ്ട്. ആളുകൾ മുഴുവനും ഞങ്ങളെ പൊക്കിപ്പിടിച്ച് കൊണ്ടുപോകുന്ന രംഗമുണ്ട്. 6 അടി മണ്ണിന് താഴെ വെച്ചുകൊണ്ട് ഉപ്പയുടെ മുഖത്തേക്ക് മക്കൾ മണ്ണ് വാരിയിടുന്നു. ഉപ്പാ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. നിങ്ങളെ ഈ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ഈ മണ്ണിലേക്ക് നിങ്ങളെ മടക്കപ്പെട്ടു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മറ്റൊരു സമയം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ട് എന്ന അവസാനത്തിന്റെ സമാധാനത്തിന്റെ വാക്കും പറഞ്ഞ് ഉപ്പയുടെ
ഉപ്പയുടെ കാൽഭാഗത്തേക്ക്, ഉപ്പയുടെ വയറിന്റെ ഭാഗത്തേക്ക് മണ്ണുകൾ വാരി എറിഞ്ഞുകൊണ്ട് പോരുന്ന രംഗമുണ്ട്. സുന്ദരമായ രൂപത്തിൽ പോറ്റി വളർത്തിയ മകന്റെ മുഖത്തേക്ക് ഉപ്പമാരും കുടുംബങ്ങളും ചേർന്ന് മണ്ണെറിയുന്ന സമയമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആളുകൾ മുഴുവനും പിരിഞ്ഞാൽ നാളെ ആ ഖബറിൽ നമുക്ക് ഉള്ളത് ആരുമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് സ്വലാത്തുകൾ ചൊല്ലിയവരാണെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ രണ്ട് കൈ കാണിച്ചു സ്വീകരിക്കുന്നു, നമുക്ക് വേണ്ടി ശഫാഅത്ത് നൽകുന്നു. ആ മുത്തുനബിയുടെ ശഫാഅത്തിന് അർഹിക്കുന്ന അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉമ്മത്തിങ്ങളിൽ സാധുക്കളാകുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹു എല്ലാ നബിമാർക്കും ഒരു ദുആ കൊടുത്തിട്ടുണ്ട്, ആ ദുആക്ക് ഉത്തരവും കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാരും ആ ദുആ ചെയ്തു പോയി. എന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആ ചെയ്തിട്ടില്ല. നാളെ മഹ്ശറയിൽ ഹിസാബ് കഴിഞ്ഞ് ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ, ഒരു ടീമിനെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തിനെ നരകത്തിലേക്കും ആക്കുമ്പോ അല്ലാഹ് നരകത്തിലേക്ക് ആക്കരുത്, അവരെ സ്വർഗത്തിലേക്ക് ആക്കണമെന്ന് പറയുന്ന ആ ഒരു ശഫാഅത്തിന് വേണ്ടി മുത്തുനബി ആ ദുആയെ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ ഹബീബിന്റെ വാക്താക്കളാണ് നാം. അവിടുത്തെ ഇഷ്ടപ്പെട്ട ഉമ്മത്തീങ്ങളിൽ ഉൾപ്പെടുത്തി അവിടുത്തെ ശഫാഅത്തിന് അർഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മമാര്, ഉമ്മാമ്മമാര്, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, മുഅ്മിനീങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ, നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ, രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ. അല്ലാഹ്, സ്വന്തം ഭാര്യയും മക്കളും കുടുംബങ്ങളും അയൽവാസികളും ഒക്കെ വെറുക്കുന്ന രോഗങ്ങൾ തന്നുകൊണ്ട് രോഗികളാക്കി ഞങ്ങളെ നീ കടത്തല്ല റഹ്മാനെ. അല്ലാഹുവേ, അവസാനം ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം റഹ്മാനെ, നീ ഭാഗ്യം നൽകണം റഹ്മാനെ. മുത്തുനബിയിലേക്ക് ഞങ്ങൾക്ക് സലാം പറയണം. മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറിന്റെയും എൻ്റെ മിംബറയുടെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ്. ആ റൗളയിൽ ഒരൽപ്പം നേരം ഇരിക്കണം, ഹബീബിലേക്ക് സലാം പറയണം. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ സമർപ്പിക്കണം. അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. രോഗികളാക്കി കടത്തല്ല അല്ലാഹ്. സുബ്ഹാനല്ലാഹ്, ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല റഹ്മാനെ, അറ്റാക്ക് നീ നൽകല്ല അല്ലാഹ്, പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല റഹ്മാനെ, മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈക്കാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ അല്ലാഹുവേ നീ ശിഫ നൽകണം അല്ലാഹ്, നീ ശിഫ നൽകണം റഹ്മാനെ. എത്രയെത്ര ക്യാൻസർ രോഗികളാണ്. മെഡിക്കൽ കോളേജുകളിൽ ചെന്ന് ക്യാൻസറിന്റെ വാർഡിലേക്കൊന്ന് നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, കുറെ ആളുകൾ നിൽക്കുന്നു, കുറെ ആളുകൾ ഇരിക്കുന്നു. നിൽക്കുന്ന ആളുകളോട് ഒരൽപ്പനേരം സംസാരിച്ചു. കൂട്ടുകാരാ, കുറെ നേരമായില്ലേ നിങ്ങൾ നിൽക്കുന്നു, ഇനിയൊന്ന് ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പോ അവരുടെ മറുപടി, ഉസ്താദേ എനിക്ക് ഇരിക്കാൻ കഴിയൂല, ഇരിക്കുന്ന ഭാഗം മൊത്തം മുറിവായിട്ടുണ്ട്, ക്യാൻസർ വന്ന് എല്ലാം തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ കഴിയൂല, ഞാൻ നിന്നുകൊണ്ട് തന്നെയാ ഉറങ്ങുന്നത്. അല്ലാ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നു, നിങ്ങൾക്കൊന്ന് കിടന്നൂടെ എന്ന് ചോദിക്കുമ്പം അവരെ മറുപടി, ഉസ്താദേ എനിക്ക് കിടക്കാൻ കഴിയൂല, കിടക്കുന്ന ഭാഗം മൊത്തം മുറിവായി പോയിട്ടുണ്ട്, അതിനെനിക്ക് കിടക്കാൻ കഴിയൂല, ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ സുബ്ഹാനല്ലാഹ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ദ്വാരമുണ്ടാക്കി വെള്ളം കുടിക്കുന്ന ആളുകളില്ലേ. അല്ലാഹു നമുക്ക് നല്ല കൈ തന്നില്ലേ, കാലുകൾ തന്നില്ലേ, നല്ല കണ്ണുകൾ തന്നില്ലേ, ഭക്ഷണം കഴിക്കാനാവത് അല്ലാഹു നമുക്ക് തന്നില്ലേ. ആവത് തന്നു അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാൻ, ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാൻ, നീ ഞങ്ങളെ പെടുത്തല്ല റഹ്മാൻ.
അല്ലാഹുവേ, മഹാനവറുകളുടെ ചാരത്ത് വെച്ചുകൊണ്ട് സാധുക്കളാകുന്ന ഞങ്ങൾ നിന്നിലേക്ക് ഞങ്ങൾ യാചിക്കുന്നു. സാധുക്കളാകുന്ന ഞങ്ങൾക്ക് പുറത്തു തന്ന് ഞങ്ങളുടെ രാഗങ്ങൾക്ക് നീ ശിഫ തന്ന് അല്ലാഹുവേ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിലോ പുറത്തോ വല്ല രോഗങ്ങളും ഉണ്ടെങ്കിൽ മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം അല്ലാഹുവേ. ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാനെ. അല്ലാഹുവേ, റോഡിന്റെ അരികിൽ ഹമ്പിന്റെ ചാരത്തോ കുഴിയുടെ ചാരത്തോ നിന്ന് സുബ്ഹാനല്ലാഹ് ഒരു ബക്കറ്റിൽ ഫോട്ടോ ഒട്ടിച്ച് സുബ്ഹാനല്ലാഹ് വല്ലതും സഹായിക്കണമെന്ന് പറഞ്ഞ് അല്ലാഹുവേ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിലേക്ക് കൈ നീട്ടി യാചിക്കേണ്ട രോഗങ്ങൾ ഞങ്ങൾക്ക് നീ തരല്ല റബ്ബേ. ഞങ്ങളെ കിഡ്നിക്ക് നീ തകരാറ് തരല്ലേ. 2 കിഡ്നിയും കഴിഞ്ഞ് ഡയാലിസ് ചെയ്യുന്ന ആളുകളുണ്ട്. 10, 35, 40 ലക്ഷം രൂപകൾ ചെലവഴിച്ച് സുബ്ഹാനല്ലാഹ് കിഡ്നികൾ മാറ്റിവെക്കേണ്ട രോഗികളാകുന്ന ആളുകൾ ഞങ്ങളുടെ സദസ്സിലുണ്ടാവാം, ഓൺലൈനിൽ വീക്ഷിക്കുന്നവരുണ്ടാവാം. അല്ലാഹുവേ, നീ ശിഫ നൽകണം റഹ്മാനെ. നിന്നെ ഓർത്ത് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. മാതാപിതാക്കളെ തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ, മാതാപിതാക്കളെ തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം മാതാപിതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ്. ആ സ്വർഗം കരസ്ഥമാക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മഹാനവറുകളുടെ ചാരത്ത് നിന്ന് സാധുക്കളാകുന്ന ഈ പാപ്പികൾ ചണ്ടി ചവറുകൾ നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളെ നീ ആയിവാക്കി മടക്കണ്ട, നീ വർഗയോടെ നീ മടക്കല്ല അല്ലാഹ്. ഈ സദസ്സ് കാണാതെ കട്ടപ്പെടുന്ന എന്റെ ചെറുപ്പക്കാർ വളണ്ടിയർമാർ ധാരാളമുണ്ട്. ഇവിടുത്തെ നേർച്ച കമ്മിറ്റിക്കാരുണ്ട്. അല്ലാഹുവേ, വിവിധ സെക്ഷനുകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ഉസ്താദുമാരുണ്ട്, കമ്മിറ്റി അംഗങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് തരണം റഹ്മാനെ. മഹാനവറുകളുടെ പൊരുത്തത്തിന് വേണ്ടിയാ ഞങ്ങൾ വന്നത്. പൊരുത്തക്കേട് വാങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല റഹ്മാൻ. പൊരുത്തക്കേട് വാങ്ങി പോകുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല അല്ലാഹ്. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണം റഹ്മാനെ. ഒരൊറ്റ ആലിമിനെയും തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ മനസ്സിലോ ഞങ്ങളെ വാക്കിലോ ഞങ്ങളെ പ്രവർത്തനത്തിലോ ഒരു ആലിമിനെ വേദനിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരുടെ അനന്തരമാണ് ആലിമീകൾ. ഒരു ആലിമിനെ തെറി വിളിക്കുമ്പോ അത് രാഷ്ട്രീയം ഏതാവട്ടെ, ഗ്രൂപ്പ് ഏതാവട്ടെ, ഒരാലിമിനെ തെറി വിളിക്കുമ്പോ അല്ലാഹ് അമ്പിയാക്കന്മാര് വേദനിക്കുന്നുണ്ട്. ഒരൊറ്റ സയ്യിദിനെയും തെറി വിളിക്കരുത്. ഒരു സയ്യിദിനെ തെറി വിളിക്കുമ്പോ സുബ്ഹാനല്ലാഹ് മദീനയിൽ നിന്ന് ഉപ്പാപ്പ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേദനിക്കുന്നുണ്ട്. എന്റെ ഒരു പേരക്കുട്ടിനെയാണല്ലോ അവര് ചീത്ത പറയുന്നത് എന്ന് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ സയ്യിദിനെയും തെറി വിളിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഇവിടെ വരാനുണ്ട്. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അല്ലാഹ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ ഇങ്ങോട്ട് വരേണ്ടവരായിരുന്നു, പക്ഷേ കഴിഞ്ഞില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഉസ്താദിനോട് യാത്ര പറഞ്ഞു പോന്നപ്പോൾ ഉസ്താദ് ദുആ ചെയ്യണം എന്നോട് പറഞ്ഞു. ആഫിയത്ത് ഉണ്ടെങ്കിൽ പോകാമായിരുന്നു. അല്ലാഹുവേ, ഈ മുബാറക്കായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അജിരായ ശിഫനി നൽകണം റഹ്മാനേ, അജിരായ ശിഫനി നൽകണം അല്ലാഹ്. പാണക്കാട് സാദാത്തീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ബുഖാരി സാദാത്തീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ബഅലവി സാദാത്തീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അഹ്ദൽ ഖബീലയിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ജമലുല്ലൈൽ സാദാത്തീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, സഖാഫ് സാദാത്തീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, സാത്തിരി ഖബീലയിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ധാരാളം സാദാത്തീങ്ങൾ. അല്ലാഹുവേ, അവരൊക്കെ ബറക്കത്ത് കൊണ്ട്
അതുകൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് നീ കബൂൽ ചെയ്ത് ഇതിന്റെ മിസ്ൽ സവാബ് അടുത്ത ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാര്, ഉപ്പാപ്പമാര്, ഉമ്മമാര്, ഉമ്മാമ്മമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവരിലും നീ ഖൈർ ചൊരിയണം റഹ്മാനേ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ എനിക്ക് കൂട്ടാൻ വേണ്ടി എവിടെ കാസർഗോഡ് എത്തുമ്പോഴും കൂട്ടാൻ വേണ്ടി വരുന്ന ഖാദിർ ഓനും ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. വീടില്ലാത്ത കുറെ ആളുകളുണ്ട്, അവർക്കൊക്കെ വീട് കൊടുക്കണം റഹ്മാനേ. ഗർഭിണികളാവുന്ന സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണം അല്ലാഹ്, സുഖപ്രസവം നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണം അല്ലാഹ്. അല്ലാഹുവേ, കഴിഞ്ഞ വർഷങ്ങളിൽ ഉറൂസിൽ പങ്കെടുത്തവർ ഇന്ന് ഞങ്ങളോട് കൂടെയില്ല. സുബ്ഹാനല്ലാഹ്, അടുത്ത വർഷം ഞങ്ങൾക്ക് കൂടാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. അല്ലാഹ് മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘകാലം ഹയാത്തോടെ ജീവിക്കുന്നുവെങ്കിൽ ആരോഗ്യത്തോടുകൂടെ ദീനിനു വേണ്ടി ഖിദ്മ ചെയ്യാനുള്ള തൗഫീഖോടുള്ള നല്ല ആരോഗ്യം നൽകണം റഹ്മാനേ. ഞങ്ങളുണ്ടാക്കുന്ന പള്ളികളുണ്ട്, 313 മദ്രസകളുണ്ട്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ആസാമിലുണ്ട്, സുബ്ഹാനല്ലാഹ്, തമിഴ്നാടുകളിലുണ്ട്, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഓരോ ദിവസവും അവിടെ ചെന്ന് വയല് പറഞ്ഞ് മദ്രസ ഉണ്ടാക്കുമ്പോൾ അതിനൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്, സഹായിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ഇവിടത്തേക്കും അരിയും മറ്റു കാര്യങ്ങളുമൊക്കെ തീർച്ചയാക്കി കൊണ്ടുവന്നവരുണ്ട്. പല വിഷയങ്ങളും മനസ്സിൽ കരുതി ഇവിടെ കൊടുത്ത ആളുകളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ ചൊരിയണം റഹ്മാനേ. നീ റാഹത്ത് നൽകണം അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന അവിടുത്തെ ഉമ്മത്തീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ബഹുമാനപ്പെട്ട ബാക്കവി ഉസ്താദും മറ്റു ഇവിടെയുള്ള മറ്റു ഉസ്താദുമാരും മുദർരിസമാരും ഇവിടുത്തെ ഖാദിമീങ്ങളുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്, എപ്പോഴും ഇവിടെ അടിച്ചുവേരി വൃത്തിയാക്കുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ ഈ മജ്‌ലിസിന് വേണ്ടി കഷ്ടപ്പെടുന്ന എന്റെ ചെറുപ്പക്കാരുണ്ട്. അല്ലാഹുവേ, പലവരും കമ്മിറ്റിക്കാര്, സെക്രട്ടറി ഒക്കെ പറഞ്ഞു ഒരു ഭാഗം സ്റ്റോക്ക് വന്നു ഉസ്താദേ, ഞങ്ങൾക്ക് സ്വാധീനമില്ല, ജോയിന്റ് സെക്രട്ടറിയെ കാണിച്ചു തന്നു, ഞങ്ങൾക്കും എനിക്കും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. എന്നാലും ഉറക്കമഴിച്ച് ഇവിടെ ദിവസങ്ങളോന്ന് നിൽക്കുകയാണ്. ഇഖ്ലാസോടെ പ്രവർത്തിക്കാൻ അവർക്കും ഞങ്ങൾക്കും ഭാഗ്യം നൽകി എല്ലാ രോഗങ്ങൾക്കും നീ ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, നീ ശിഫ നൽകണം അല്ലാഹ്. ഞാൻ ഇവിടെ എത്താൻ കാരണക്കാരായ ആരൊക്കെയുണ്ടോ അവർക്കും നീ ഖൈർ ചൊരിയണം അല്ലാഹ്. ചെറിയ മുതഅല്ലിമായി ഓതി പഠിച്ചപ്പോഴും അല്ലാഹ് ഇവിടെ സിയാറത്തിന് വരാറുണ്ട്, അപ്പോഴൊക്കെ ദുആ ചെയ്തു പോവാറുണ്ട്. അല്ലാഹു അതിന്റെ കബൂലിയത്താവാം. ഇന്ന് അൽഹംദുലില്ലാഹ് സാധുവായ എനിക്കും ഇവിടെ വരാൻ കഴിഞ്ഞത്. അല്ലാഹു സ്വർഗ്ഗത്തിലും നമുക്ക് ഒരുമിച്ച് കൂടാനും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന എന്റെ ഡ്രൈവർ സുബ്ഹാനല്ലാഹ് ലത്തീഫിക്കും ബറക്കത്ത് നൽകണം റഹ്മാനേ. സുഫൈർ സഖാഫിക്കും ബറക്കത്ത് നൽകണം അല്ലാഹ്. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണം തരുന്ന പരക്കാരുണ്ട്, അവർക്ക് ഖൈർ നൽകണം അല്ലാഹ്. ചെറിയ മുതഅല്ലിമായി ഓതി പഠിച്ച സമയത്ത് വിവിധ വീടുകളിൽ ഭക്ഷണത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ആ ചെറിയ കുട്ടിയാകുമ്പോ തങ്ങളുട്ടി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ച മരണപ്പെട്ടു പോയ ഉപ്പമാരും ഉമ്മമാരുമുണ്ട്. അവരൊക്കെ ഖബറിലേക്ക് ഞങ്ങൾ ചെയ്യുന്ന ദഅവത്തുകൾ എത്തിക്കണമല്ലോ. ഞാൻ ഈ രൂപത്തിലെത്താൻ വേണ്ടി എനിക്ക് വേണ്ടി കട്ടപ്പെട്ട എന്റെ ഉപ്പയുണ്ട്. ആ ഉപ്പ മരണപ്പെട്ടു പോയി 14ാമത്തെ വർഷം വരികയാണ്. അല്ലാഹു ഈ മജ്‌ലിസിന്റെ സവാബ് ഉപ്പന്റെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനേ. ഉമ്മാക്ക് ആഫിയത്ത് നൽകണം അല്ലാഹ്. ദഅവത്ത് കഴിഞ്ഞ് 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലെത്താറുള്ളത്. വീട്ടിലെത്തുക തന്നെയാണെങ്കിലും 12 മണി 2 മണിയൊക്കെ ആകും.
എന്നാലും അതിനൊന്നും പരാതിയില്ലാതെ സ്വീകരിക്കുന്ന ഭാര്യയുണ്ട്. ഭാര്യക്കും ഖൈർ നൽകണം റഹ്മാനെ. ഇന്ന് ഇവിടുത്തെ മജ്‌ലിസ് കഴിഞ്ഞ് ഇനി മംഗലാപുരത്തെത്തി അവിടുന്ന് ഫ്ലൈറ്റ് മാർഗം തിരുവനന്തപുരത്തെത്തി നാളെ അവിടുത്തെ മജ്‌ലിസിൽ പങ്കെടുക്കണം. അതും കഴിഞ്ഞാ നാട്ടിലെത്തുകയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കി തരുന്നവരുണ്ട്. ഇത്രയും സമയം ഇവിടെ ഒരുമിച്ച് കൂടിയവരുണ്ട്. നാളെയും ഇവിടെ മജ്‌ലിസ് നടക്കാറുണ്ട്. എന്നാലും അല്ലാഹ് ഉറക്കമൊഴിച്ച് നിൽക്കുന്ന ഞങ്ങൾക്ക് സ്വർഗം ഞങ്ങൾക്ക് നൽകണം അല്ലാ. മരിച്ചുപോയ വാപ്പാർക്കും ഉമ്മാർക്കും നൽകണം റഹ്മാനെ. ഭാര്യമാർ മക്കൾക്ക് നൽകണം അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരിൽ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹബിഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.